ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കുരുക്ക് മുറുകുന്നതിനിടെ പ്രതികരണവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. സത്യം പുറത്തുവരേണ്ടത് തന്റെ ആവശ്യമാണെന്നും പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. താൻ തെറ്റുകാരനല്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. കേസിന്റെ കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്നതാണ്. ഹൈക്കോടതി ഇതിന് ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും. എന്റെ പക്ഷം, എന്റെ ഭാഗം ശരിയോ തെറ്റെന്ന് കോടതി തീരുമാനിക്കും. ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അതിന്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം. ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെ ഇന്ന് ഉച്ചയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ശനിയാഴ്ച ദേവസ്വം വിജിലൻസ് SP ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും എന്നുകൂടി അറിയുന്നു. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, വലിയ വിവാദമായതാണ് സ്വർണ്ണപ്പാളി കാണാതായതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിന്റെ സ്വർണം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ. അതിനിടയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായില്ല. താൻ തെറ്റുകാരനല്ല എന്ന് പറയുന്നു. കോടതിയെ രേഖകൾ സഹിതം എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാര്യങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയുന്നത്? ഈ ഉദ്യോഗസ്ഥ ഒത്താശയൊക്കെ മറ്റിടങ്ങളിലൊക്കെ ചർച്ചയായി വരുന്ന സമയത്താണ് ഈ പ്രതികരണം എന്നതുകൂടി ശ്രദ്ധേയമാണ്. മനീഷ്, പ്രജിൻ, താൻ തെറ്റുകാരനല്ല എന്ന മറുപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷേ പല ചോദ്യങ്ങൾക്കും ഒരു വ്യക്തമായ ഉത്തരം അല്ലെങ്കിൽ മറുപടി പറയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുന്നില്ല. ഉദാഹരണത്തിന് ഈ സ്വർണ്ണപ്പാളി, അല്ലെങ്കിൽ അത് ഇവരുടെ അവകാശവാദം അത് ചെമ്പെന്ന രീതിയിലാണ്. സ്വർണ്ണപ്പാളി അത് കൊണ്ടുപോയി തിരികെ 45 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് സന്നിധാനത്ത് എത്തിക്കുമ്പോൾ തൂക്കം കുറഞ്ഞ സംഭവം, അതേ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അത് ചെന്നൈയിലെ കമ്പനിയോട് ചോദിക്കണം. ചെന്നൈയിലെ അത് സ്വകാര്യ കമ്പനിയാണ് അത് ചെയ്തത്, അവരോടാണ് ചോദിക്കണം തുടങ്ങിയിട്ടുള്ള മറുപടികളാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിക്കപ്പുറം അതിനു മുൻപ് ആദ്യം ഇദ്ദേഹം പരാമർശം നടത്തിയിട്ടുള്ള നഷ്ടമായി എന്ന് പറയുന്ന പീഠം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അത് നഷ്ടമായ പീഠം പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ പരാമർശത്തോട് അത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള മറുപടി, അങ്ങനെ അത്തരത്തിൽ വ്യക്തതയില്ലാത്ത പലതരം മറുപടികൾ നൽകുന്നു. പക്ഷേ കോടതിയിൽ തന്റെ വാദം കോടതിയിൽ ഡിവിഷൻ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം കോടതിയിൽ ദേവസ്വം ബെഞ്ചിൽ അത് കാര്യം വ്യക്തമാക്കും. അപ്പോൾ താൻ കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ, ആ സമയത്ത് തന്നെ ക്രൂശിക്കുക, അല്ലാതെ മാധ്യമങ്ങൾ അല്ലാതെ തന്നെ ക്രൂശിക്കുകയാണെന്ന് പറയുന്നു. പക്ഷെ പല അടിസ്ഥാനപരമായ ഈ വിഷയത്തോട് അനുബന്ധിച്ച ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാവുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ വിജിലൻസ് ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. ഇന്ന് നാടകീയമായ സംഭവം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1:15 തന്നെയാണ് വെഞ്ഞാറമൂടുള്ള ക്യാരറ്റുള്ള പുളിമാത്തിലുള്ള അമ്മ വീട്ടിലേക്ക് ഇദ്ദേഹം എത്തിയത്. ശനിയാഴ്ച ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നിലവിൽ ഇദ്ദേഹം നൽകുന്നില്ലെങ്കിൽ കൂടി അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് തന്റെ ഭാഗത്തു നിന്നും ഉത്തരമുണ്ടാകും എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണെങ്കിലും ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വ്യാപകമായ ക്രമക്കേടും ഒപ്പം തന്നെ ഒരുപാട് തരത്തിലുള്ള പണപ്പിരിവും, പ്രത്യേകിച്ച് ഈ അന്നദാനവുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവും, ഒപ്പം തന്നെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി ചെന്നൈയിലേക്ക് എന്ന പേരിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിൽ എത്തിച്ചൊരു അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച് അവിടെ വെച്ച് പണപ്പിരിവ് നടത്തിയിട്ടുള്ള കണ്ടെത്തൽ നിലവിൽ വിജിലൻസ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിർണായകമായ പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ചോദ്യം ചെയ്യൽ കൂടി മാത്രമേ അത് സാധൂകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഇയാളെ സംബന്ധിച്ച് പല വിവരങ്ങളും വിജിലൻസിന് ലഭ്യമായിട്ടുണ്ട്. അത് റിയൽ എസ്റ്റേറ്റ് ബന്ധം, ഒപ്പം തന്നെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി എങ്ങനെ ബന്ധമുണ്ടായി, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന് പോലും അത് കോടതിയിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇയാൾക്ക് എന്താണ് ഈ ശബരിമല ക്ഷേത്രവുമായോ ദേവസ്വം ബോർഡുമായി ബന്ധം? അത് കരാറുകാരൻ എന്ന രീതിയിലാണോ, സ്പോൺസർ എന്ന രീതിയിലാണോ ഇത്രയധികം കോടികൾ വിലമതിക്കുന്ന സ്വർണം ഒരാളുടെ പക്കൽ കൊടുത്തുവിടുന്നത്? എന്നാൽ ആ രീതിയിൽ 2019 മാത്രമല്ല 2025 ഈ രീതിയിൽ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുവാൻ വേണ്ടി, അത് മങ്ങിയ സ്വർണം പിന്നീട് അതിൽ പൂശുവാൻ വേണ്ടി പൊതുവാൻ വേണ്ടി കൊടുത്തുവിട്ട സംഭവത്തിൽ ആരൊക്കെയാണ് കുറ്റവാളി? അതുകൊണ്ട് തന്നെ ഇത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിൽ 2019 മുൻപും ഇയാൾ ശബരിമല നടത്തിയ ഇടപാടുകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പുറത്തു നിന്നുള്ള ആരെയൊക്കെ തന്നെ ഇരകളാക്കിയിട്ടുണ്ട്. മനീഷ്, അത്തരത്തിൽ നിരവധി പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ, അത് സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ. ഇപ്പോൾ അത് ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരണം. പോറ്റി പറയേണ്ടതെല്ലാം പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോക്കാം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.